ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു കൂട്ടക്ഷരമാണ്. വാക്കുകളിലൂടെ നമുക്ക് ഈ കൂട്ടക്ഷരം പഠിക്കാം, എളുപ്പമാവും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇതെന്താണ് അക്ഷരം? പഠിച്ചിട്ടുണ്ടല്ലോ, ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ത അല്ലേ? ത. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം. ഈ കൂട്ടക്ഷരമാണ് ത. ഏതാണ്? ത. മനസ്സിലായോ? ത എന്ന് പറഞ്ഞേ. ത. ഇനി ഇത് കൂട്ടി വായിച്ചേ. ത ത. അപ്പൊ എന്തായിരിക്കും? വായിക്കേ. തത്ത. യെസ്. തത്ത എന്താണ്? പാരറ്റ് അല്ലേ? പാരറ്റ്. ഇതാണ് തത്ത. കിട്ടിയോ? അപ്പം നമ്മൾ ഈ പഠിച്ച കൂട്ടക്ഷരം എഴുതി നോക്കാം. എങ്ങനെ എഴുതുന്നതെന്ന് അറിയണ്ടേ? ടീച്ചർ പറയാറില്ലേ, കൈ വഴങ്ങണം അല്ലേ? പെട്ടെന്ന് വിചാരിച്ചാൽ എഴുതാൻ പറ്റില്ല, ശ്രദ്ധിച്ച് പതിയെ പതിയെ എഴുതണം. നോക്കാം, വാ. എളുപ്പമാണ്. നമ്മൾ താഴെ എഴുതി വീണ്ടും എന്ത് ചെയ്യുന്നു? അതിലൂടെ വീണ്ടും ഒരു ത ജോയിൻ ചെയ്ത് എഴുതണം. അപ്പം എന്തായി? ത. എന്താണ്? ത. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ത ത തത്ത. കിട്ടിയോ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടീച്ചർ അങ്ങനെ ചെയ്യുന്നത്, അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് അത് എഴുതുന്നതെന്ന് അറിയാൻ. കൈ വിടാതെ എൻഡിങ്ങിൽ എത്തുമ്പോഴേ കൈ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഉണ്ടാ? ത. കൂട്ടി വായിച്ചേ. തത്ത. ഉണ്ടാ? ത. എന്നോട് എഴുതാം. ത എഴുതുക, വീണ്ടും ഒരു തായും കൂടെ എഴുതാം. ത. എന്താണ്? ത. ഉണ്ടാ? ത. കിട്ടിയോ? യെസ്. ഇനി നമുക്ക് അടുത്ത വാക്കുകൾ എഴുതിയാലോ? ഓക്കെ. നമ്മുടെ വ്യഞ്ജനാക്ഷരം ക. ഇപ്പം നമ്മൾ പഠിച്ച കൂട്ടക്ഷരം ത. ഈയുടെ ചിഹ്നം തി അല്ലേ? കൂട്ടി വായിക്കുമ്പോൾ തി അല്ലേ? ത ഇ തി. ഇനി ഇത് കൂട്ടി വായിച്ചേ. ക തി. അപ്പം എന്താണ്? കത്തി. എന്താണ് കത്തി? നൈഫ്. എന്താണ്? നൈഫ് അല്ലേ? വീട്ടിൽ പച്ചക്കറി അരിയാനൊക്കെ, നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അതാണ് എന്ത്? കത്തി. കേക്ക് കട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാ? കത്തി കൊണ്ട് അല്ലേ? കേക്ക് കട്ടിങ് നടത്താറില്ലേ? നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യാറില്ലേ? നൈഫ്, കത്തി. ഓക്കെ, അടുത്തത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന കൂട്ടക്ഷരം ഏതാണെന്നുള്ളത് ഇവിടെ എഴുതാം. ഉണ്ടോ? ത. ഏതാണ്? ത. ഇനി അടുത്തത് നമുക്ക് എഴുതാം. ശ്രദ്ധിച്ചിരിക്കുക. ഇതെന്താണ്? ഏതക്ഷരമാണ്? സ്വരാക്ഷരമാണല്ലോ. എ. അടുത്തത് വ്യഞ്ജനാക്ഷരം, സ്വരചിഹ്നമാണ്. ഏതാണത്? ഉ. അപ്പൊ ഴ ഉ ഴു. ഓക്കെ. ഇതേതാണ് ഇപ്പൊ പഠിച്ചത്? ത. യെസ്. മേലെ ചന്ദ്രക്കല വരുമ്പോ ത് അല്ലേ? ഇനി കൂട്ടി വായിച്ചേ. എ ഴു ത്. എങ്ങനെ വായിക്കും? എഴുത്ത്. എന്താണ് എഴുത്ത്? എഴുത്ത്. എന്താണ് എഴുത്ത്? ലെറ്റർ. നമ്മൾ പറയില്ലേ, ലെറ്റർ പോസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ അല്ലേ? ലെറ്റർ. അതാണ് എഴുത്ത്. ഓക്കെ. നെക്സ്റ്റ് ഇതെന്താണ്? ക. ഇത് ഴ. നമ്മൾ നേരത്തെ എഴുതി തന്നെയാണ്. ഴു അല്ലേ? അപ്പൊ ക ഴു. ഇതേതാണ്? ത അല്ലേ? ചന്ദ്രക്കല. അപ്പൊ എങ്ങനെ വരും? ത്. ഇനി ഇത് കൂട്ടി വായിച്ചേ. ക ഴു ത്. കൂട്ടി വായിക്കുമ്പോ
കഴുത്ത്. എന്താണ്? കഴുത്ത് എന്ന് പറഞ്ഞേ. കഴുത്ത്, നെക്ക് അല്ലേ? ഇതാണ് കഴുത്ത്. അടുത്തത് ടീച്ചർ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റിയാണ് കേട്ടോ, അല്ലെങ്കിൽ അടുത്തത് എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. നോക്കുക, കഴുത്ത് നമ്മൾ പഠിച്ചു. അടുത്തത് ഇതെന്താണ്? ഊ അല്ലേ? ഊ. ഇനി പഠിച്ച ഈ കൂട്ടക്ഷരം ത അല്ലേ? ത. അപ്പൊ ഉ ത ര അല്ലേ? ര. ഇത് രം. അപ്പൊ കൂട്ടി വയ്ക്കുമ്പോ ഉ ത രം. എങ്ങനെയാണ്? ഉത്തരം. എന്താണ്? ഉത്തരം. എന്താണ് ഉത്തരം? ആൻസർ. എന്താണ് ഉത്തരം? ആൻസർ അല്ലേ? ആൻസർ എന്ന് പറയും. ഉത്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ആൻസർ. ആൻസർ പറയാന്ന് പറയില്ലേ? അപ്പോൾ ഉത്തരം പറയാം. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദ്യം, ഉത്തരം എന്ന് പറഞ്ഞാൽ ആൻസർ. മനസ്സിലായോ? അപ്പോൾ ആൻസർ. ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ ആൻസർ എഴുതുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻസർ. അപ്പോൾ പഠിച്ചില്ലേ നമ്മൾ? താ വെച്ചിട്ടുള്ള വാക്കുകളും നമ്മൾ പഠിച്ചു. എഴുതുന്നത് എങ്ങനെയാണെന്ന് മറക്കണ്ട. വളരെ എളുപ്പമാണ്. താ എഴുതാം, വീണ്ടും ഒരു താ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എഴുതാം. താ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വായിക്കാൻ മറക്കരുത് കേട്ടോ. നന്ദി, ശുഭദിനം, ബൈ.